നീറ്റേരി രാവിലെ പൊട്ടിപ്പുറപ്പെട്ട് വീട്ടിലോട്ട് വന്നിട്ടാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പായസം കൊണ്ടുവന്ന അമ്പലത്തിലോട്ട് പോയിട്ട് വഴിപാടൊക്കെ കഴിച്ച് പായസം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവന് വിഷസ് ചെയ്യണ്ടേ. അപ്പോൾ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യാണ് കേട്ടോ. അവൻ ദുബായിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ കുട്ടികളെ കൊണ്ട് ഞങ്ങൾക്ക് ചിലവും ചോദിപ്പിക്കാമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വീഡിയോ കോളും ചെയ്ത് ചിലവും ചോദിപ്പിക്കുകയാണ്. അപ്പോൾ പാപ്പ ഞങ്ങൾക്ക് മന്തി വാങ്ങിച്ച് തരുമോ എന്നൊക്കെ കുട്ടികളെ ചോദിക്കുക. കുട്ടികൾ പറഞ്ഞു പിന്നെ വേറൊരു അപ്പീലില്ലേ, വേഗം ഞങ്ങൾക്ക് കാര്യം സാധിക്കാനുള്ളൊരു വഴിയാണ് കുട്ടികൾ. അപ്പോൾ പാപ്പൻ പറഞ്ഞു ഓക്കെ നിങ്ങളെന്നാൽ ശരി മന്തി കഴിച്ചോളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ കേട്ടപാടെ അതേ സ്റ്റാൻഡ് വിട്ടു, വണ്ടി എടുക്കുക പോവായി മക്കളെ ഞങ്ങൾ. അപ്പോൾ നമ്മളുടെ തൃശ്ശൂരുള്ള നെഹദി അറിയോ, അവിടെ എപ്പോഴും കുഴിമന്തിയൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടോ. അവിടെ പോയി ഇപ്പം നല്ല തിരക്ക് മക്കളെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പെരുന്നാളായി കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കഴിക്കാനല്ല പോയത്, പാഴ്സൽ വാങ്ങിക്കൊണ്ട് വരാനാണ്. അപ്പോൾ അവർ പറഞ്ഞു ഹാഫ് ആൻ അവർ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്, കാരണം എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു സാഹചര്യം ഞങ്ങൾക്ക് കിട്ടുകയാണ്. അത് വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഞങ്ങൾക്ക്. ഞങ്ങളത് വാങ്ങിക്കൊണ്ട് വന്നു. ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ വീടിൻ്റെ തറവാടിൻ്റെ ഇമ്മർത്തിരുന്നിട്ടാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. ഞങ്ങൾക്കതൊരു കുറച്ചിലല്ല, കാരണം ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി കൂട്ടായി കഴിക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ തറവാടിൻ്റെ ഇറയം എന്ന് പറയണത്. അവിടെ ഇരുന്ന് എല്ലാവരും കൂടി കൊച്ചു വർത്താനം പറഞ്ഞ് ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യണത് ഞങ്ങളുടെ ഹസ്ബൻഡിനെയാണ് കേട്ടോ. അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗൾഫിൽ നിന്ന്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അവരെ മാത്രം ഒന്ന് മിസ് ചെയ്യണത്. അവരുണ്ടെങ്കിലും ഞങ്ങളെ ഇറയത്തിരുന്നിട്ട് അധികം സ്പെൻഡ് ചെയ്യുക, ഭക്ഷണം കഴിക്കാനായാലും എന്തിനായാലും നല്ല എയിമല്ലേ, അടിപൊളിയാണ്. ഞങ്ങളെ ഇറയത്തിരുന്ന് എല്ലാവരും കൂടി കുട്ടികളൊക്കെ ഒരു നല്ലൊരു ഓർമ്മകളാണ് ഞങ്ങൾക്കിത് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളവരെ കൊച്ചു വർത്താനും കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ ഇരുന്ന് കഴിക്കും. അമ്മയുണ്ടാവും, ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ടാവും. ആൾക്ക് കസാര ഇട്ട് കൊടുക്കും, ആൾക്ക് നിലത്തൊന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആൾക്ക് കസാര ഇട്ട് കൊടുക്കും. അപ്പോൾ ഈദ് മുബാറക്ക് പറയുകയാണ് അനിയത്തിയാർ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്ക് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഊഴം കുട്ടികളുടെ, രണ്ടാമത്തെ ഊഴം ഞങ്ങൾക്ക്. അപ്പോൾ ഒരു പാക്കറ്റ് ഫസ്റ്റ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഞങ്ങൾക്ക് പൊട്ടിച്ചിടാം. വെടുപ്പായത് തന്നെയാണ് മക്കളെ കാണാനുള്ളത്. ഞങ്ങൾ വെടുപ്പാക്കി മക്കളെ. അപ്പോൾ നട്ടുച്ചയായി കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെടുപ്പാക്കി. അത് കഴിഞ്ഞിട്ട് അനിയത്തിയാർ ചുമ്മാ തമാശയ്ക്ക് കളിയാക്കിയിട്ട് എനിക്ക് വാരിത്തരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ ഒരു പാട്ട്. അതിൻ്റെ ഇടയിൽ അനിയൻ ഉച്ചഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ തിരിച്ചു പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.